റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, ഇന്ന് എത്ര ആശ്വാസകരമായ ഒരു വിധിയും ഉത്തരവുമാണ് സൗദി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്? ദിവ്യ, ഈ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിധിയെ വിശേഷിപ്പിക്കാം. ഇത് സൗദി സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ അടുത്ത വർഷം, അതായത് 2026 ജൂണോട് കൂടി റഹീമിന് ജയിൽ മോചനം സാധ്യമാകും. അതിനു മുന്നേ തന്നെ നിയമപരമായ വഴികളിലൂടെ അത് എളുപ്പത്തിലാക്കാനുള്ള ശ്രമങ്ങൾ റിയാദ് നിയമസഹായ സമിതി നടത്തുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്, നേരത്തെ ഒരു കീഴ്ക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് റഹീം ഈ സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള വകുപ്പിലാണ് അദ്ദേഹത്തിന് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. ആ തടവ് ശിക്ഷയ്ക്ക് എതിരെ, അതായത് ആ തടവ് ശിക്ഷ പോരാ, വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യവുമായാണ് പ്രോസിക്യൂഷൻ നേരത്തെ കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ കോടതിയിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും എത്തുന്നത്. എന്നാൽ ഈ രണ്ട് കോടതികളും ഇപ്പോൾ ഈ കീഴ്ക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം റഹീമിന് നിലവിൽ തന്നെ ഏതാണ്ട് വിചാരണ കാലയളവായി ഏതാണ്ട് 18 വർഷത്തിലേറെ സൗദിയിലെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 1 വർഷത്തിനകം അദ്ദേഹത്തിന് മോചനം സാധ്യമാകും. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്ന് വെച്ചാൽ അടുത്ത ജൂണോട് കൂടി ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ നടപടികൾ പൂർത്തിയായാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകൾ നിലനിന്നിരുന്നു. കാരണം ഈ അനന്തമായി നീളുന്ന നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ അതിനുള്ള കാത്തിരിപ്പ്, നിയമസഹായ സമിതിയുടെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ പണപ്പിരിവും ഒപ്പം തന്നെ അതിവിടേക്ക് എത്തിച്ച രീതികളും, ഇതിലെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഇത്രയും ദിയാധനം നൽകിയിട്ട് പോലും മോചനം സാധ്യമാകില്ലേ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദിയിൽ ഏതൊരു ശിക്ഷയ്ക്കും പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിലും 2 നിയമമുണ്ട്. അത് സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് പൊതു നിയമവുമാണ്. എന്ന് വെച്ചാൽ സൗദി കുടുംബം നേരത്തെ തന്നെ റഹീമിന് മാപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദായത്. പക്ഷെ എങ്കിൽ പോലും സൗദി ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു പൊതു നിയമം, പൊതു സുരക്ഷയുടെ ഭാഗമായി ഇവർ മാപ്പ് നൽകിയാൽ പോലും ശിക്ഷാ നടപടിയുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിന്നിരുന്നു. അതിലാണ് ഇപ്പോൾ ഇന്ന് തീർപ്പായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി റഹീമിന് അടുത്ത വർഷം പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് സ്വാഭാവികമായിട്ടും റിയാദിലെ നിയമസഹായ സമിതിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഉള്ളത്. ദിവ്യ, യെസ്, ഇനിയിപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലൊരു നിയമക്കുരുക്കിന് സാധ്യതയുണ്ടോ അഫ്താബ്? ദിവ്യ, ഇതിൽ സാധാരണ രീതിയിൽ സൗദിയിലെ സുപ്രീം കോടതി വരെയാണ് അപ്പീൽ പോകാറുള്ളത്. അല്ലെങ്കിൽ ഇതിൽ സംഭവിക്കാനിടയുള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കോടതി ഉത്തരവിനെതിരെ, സുപ്രീം കോടതി ഉത്തരവാണെങ്കിൽ പോലും അതിൽ രാജാവിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭരണാധികാരി എന്നുള്ള നിലക്ക് ഭരണാധികാരിയിലേക്ക് പോവുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ സാധാരണ രീതിയിൽ സുപ്രീം കോടതിക്ക് അപ്പുറത്തേക്ക് പോകില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റഹീമിനെ ആശ്വസിക്കാവുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഒരു മോചനത്തിന് വഴി തെളിഞ്ഞ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ആശ്വസിക്കാം. റിയാദ് നിയമസഹായ സമിതിയും നമ്മോട് പറയുന്നത് വരും മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ മോചനം വേഗത്തിലാക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ആ നിലക്ക് ഇനി മറ്റു ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഒരു പക്ഷേ വരും മാസങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞ് നേരിട്ട് അദ്ദേഹത്തിന് ഇവിടെ സൗദിയിൽ പുറത്തിറങ്ങാനാകില്ല. പകരം ജയിലിൽ നേരെ എയർപോർട്ടിൽ എത്തിക്കുകയും പിന്നീട് നേരെ നാട്ടിലേക്ക് എത്തിക്കുകയുമായിരിക്കും ചെയ്യുക. ദിവ്യ, യെസ് അഫ്താബ്, ഇതിൽ വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ പ്രധാനമായി എന്തൊക്കെയായിരുന്നു സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്? ദിവ്യ, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സൗദി ബാലന്റെ കൊലപാതകത്തിന് ശേഷം ഒരു ഡ്രാമ നടന്നതായിട്ടാണ് കേസ് ഡയറിയിൽ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അബദ്ധവശാൽ കൊല്ലപ്പെട്ടെങ്കിൽ പോലും അത് മറ്റൊരു സംഘം എത്തി നടത്തിയതാണെന്നുള്ള തരത്തിൽ അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അത് പോലീസിന് മുമ്പിൽ അത് പിന്നീട് അന്വേഷണത്തിൽ പൊളിയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇദ്ദേഹത്തോട് ഏറ്റവും വലിയ പ്രയാസം, പ്രശ്നവും തന്നെ നിലനിൽക്കുവാനുണ്ടായിരുന്ന കാരണം.
ഇപ്പോൾ ആ ഒരു ഗൂഢാലോചന, അതായത് കൊലപാതകത്തിന് ശേഷമുള്ള ഗൂഢാലോചന വകുപ്പിലായിരുന്നു റഹീമിന് നേരത്തെ കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിയാദനം നൽകുകയും അദ്ദേഹത്തിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാവുകയും ചെയ്ത സാഹചര്യത്തിൽ വധശിക്ഷക്കുള്ള സാധ്യത ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അവിടെ ഒഴിവായിരുന്നു. പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇനി ഭരണകൂടം മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് അത്തരമൊരു വിധിയിലേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റഹീമിന് ഇനിയൊരു ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ വരും മാസങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. ദിവ്യ, എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് വരുന്നത്. അബ്ദുറഹീമിന് അടുത്ത വർഷം ജയിൽ മോചിതനാകാൻ കഴിയും. അബ്ദുറഹീമിന് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം സൗദി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. 20 വർഷം തടവ് ശിക്ഷ അത് കഴിയുമ്പോൾ ജയിൽ മോചിതനാകാൻ കഴിയും. അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.